നീ ഫോൺ കാണുന്ന കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു കൊടുക്കണേ. എനിക്ക് ഫോൺ തന്ന അമ്മയാ. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ അമ്മ തന്നില്ലല്ലോ. ആ വലിയ കാര്യമായി. ആ ഫോണിൽ തന്നെ. ഇല്ല തരില്ല. നിന്നോട് ഞാൻ ഫോൺ തരാനേ പറഞ്ഞത്. ഇല്ല തരില്ല. നീ എന്റെ കയ്യിൽ മേടിക്കും. നീ എന്നെ എന്ത് ചെയ്യുന്ന? ഇല്ല താ. നീ അത്ര കായോടി. ഇനി ഞാൻ കാണിച്ചു തരാം. അമ്മേ കുറെ നേരമാണ് നിങ്ങൾ തുടങ്ങിയിട്ട്. എന്താ ഇവിടെ? അത് പിന്നെ അമ്മ ഈ ചേച്ചി എന്നെ കുറെ അടിച്ചിട്ട് ഫോൺ അങ്ങോട്ട് വാങ്ങിച്ചു കൊണ്ടുപോയി. ദേവു എന്തമ്മേ നീ എന്തിനാണ് കുഞ്ഞിനെ അടിച്ചത്? നിനക്ക് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞു പോയെ. ഞാൻ മേടിച്ചു തരില്ല അവളുടെ കയ്യിൽ നിന്ന്. ഞാൻ അടിച്ചൊന്നുമില്ല അമ്മേ. അവള് കള്ളം പറയുക. അല്ല ചേച്ചി അടിച്ചു സത്യം അമ്മേ. നീ അടിച്ചു കാണും. നീ ഫോൺ കിട്ടാൻ വേണ്ടി അടിക്കും. അതിന് വേറെ ചെയ്യുന്നേ. നീ അടിച്ചില്ലേടി? ഞാൻ അടിച്ചിട്ടില്ല അമ്മേ. ഈ അമ്മയെ പറഞ്ഞാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ അടിച്ചിട്ടില്ല. നീ അടിച്ചിട്ടുണ്ട്. അല്ല നിനക്ക് ചേച്ചി ഫോൺ ചോദിക്കുമ്പോൾ കൊടുത്തില്ലേ? അവളൊരു ചേച്ചിയല്ലേ? നീ ഇങ്ങനെ അടി മേടിക്കാൻ നിൽക്കുന്നേ. ഇപ്പൊ എനിക്ക് ആയ കുറ്റം അത് കിട്ടി. എനിക്കായപ്പോ എല്ലാ കുറ്റവും. ഈ പെരുങ്കളി കള്ളം പറയാമേ. കള്ളാണ് സത്യമാണെന്നൊക്കെ ഞാൻ പിന്നെ തീരുമാനിച്ചോളാം. തൽക്കാലം നിങ്ങൾ രണ്ടുപേര് ഫോൺ കാണണ്ട. അയ്യോ പാവം ചേച്ചി ഫോൺ കിട്ടിയില്ല. അയ്യോ പാവം ചേച്ചി ഫോൺ കിട്ടിയില്ല. എടി നിന്റെ അളവായിരുന്നല്ലോ ഇത്. ഞാൻ എപ്പോഴാണ് ഞാൻ അടിച്ചത്? അതിന് നീ എന്നെ അടിച്ചത് നിന്നോട് പറഞ്ഞോ? നീ അമ്മയോട് പറഞ്ഞില്ലേ? അത് തന്നെ മതിയല്ലോ. എന്നിട്ട് ഞാൻ അടിച്ചിട്ടില്ലായിട്ട് ഞാൻ അടിച്ചെന്ന് പറഞ്ഞത്. എനിക്ക് കിട്ടാതെ നിനക്ക് കിട്ടണ അങ്ങനെ ഒരു വാശി വന്നു. അതുകൊണ്ട് തന്നെ എടി ഇതിനൊക്കെ നീ അനുഭവിച്ചിടി. നിന്റെ സ്വഭാവത്തിനെ ദൈവം നിനക്ക് തരും. ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചാളാവേ. പാവം ചേച്ചി. അയ്യോ പാവം ചേച്ചി. പാവം ചേച്ചി. പാവം ചേച്ചി ഇന്നെ. അപ്പൊ നീ പാവല്ലേ? അയ്യോ പാവം ചേച്ചി. അയ്യോ പാവം ചേച്ചി. ഇങ്ങനൊരു അവസ്ഥ ആർക്കും കൊടുക്കല്ലേ. എന്റെ പാവം ചേച്ചിക്ക് മാത്രം കൊടുത്താ മതിയോ? നീ പോടി. എന്ന് നിന്നെ കണ്ണൊന്ന് കണ്ടുപോകരുത്. അതൊക്കെ ഞാൻ ആലോചിച്ചോളാം. ഒരു സ്വസ്ഥയും തരത്തില്ല. ഈ ചേച്ചി ഒക്കെ അലങ്കോലാക്കിട്ടത് ഞാൻ ഒക്കെ ശരിയാക്കി. ഈ ചേച്ചിക്ക് ഒരു വെറുപ്പ് വരുത്തിയില്ല. ആഹാ അമ്മയുടെ മോള് നല്ല കുട്ടിയാലോ. അമ്മ ഈ ചേച്ചിയിലെ ഈ അലമാര മുഴുവൻ അലങ്കോലാക്കിട്ടായിരിക്കുന്നു. ഈ ഞാനാ ഇതൊക്കെ ശരിയാക്കിയത്. എന്റെ പൊന്നു മോള്. ഞാനിത് ശരിയാക്കാൻ വേണ്ടി വരികയായിരുന്നു. ആകെ അലങ്കോലാക്കി കിടക്കല്ലേ. ഇതൊന്നും ശരിയാക്കാന്ന് കരുതി വന്നതാ. അപ്പൊ ഇതേ മോളൊക്കെ ശരിയാക്കിയിരിക്കുന്നു. മോള് ഏറ്റവും നല്ല മോളാ. അമ്മേ ഈ ചേച്ചി ഒന്ന് വഴക്ക് പറയും. ചേച്ചിയാ ഇതൊക്കെ ആകെ അലങ്കോലാക്കിട്ടത്. ആ ദേ വന്നല്ലോ. കണ്ടു പഠിക്കേ. കുഞ്ഞ് ചെടിയൊക്കെ കണ്ടേക്കേ. എന്ത് വൃത്തിയില്ല അവളെ സ്റ്റെറിഡബിൾ വെച്ചിരിക്കുന്നേ. നോക്കട്ടെ. അമ്മേ ഇങ്ങോട്ട് നോക്കേ. എന്റെ ഫിസിക്സിന്റെ ബുക്കൊക്കെ ഞാൻ ഇവിടെ വെച്ചതായിരുന്നു. ഒന്നും കാണുന്നില്ല. അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. അവൾ ഞാൻ പൊഴിഞ്ഞു തിന്നിട്ടില്ല. നീ പൊഴിഞ്ഞു തന്നത് ഞാൻ പറഞ്ഞോടി. എന്തായത് ദേവു? അവൾ നിനക്കൊരു ഉപകാരം ചെയ്തതല്ലേ. ഇങ്ങോട്ട് നോക്കമ്മേ. അവളുടെ ബുക്കൊക്കെ മുന്നിൽ വെച്ചിട്ട് എന്നതൊക്കെ പിറകോട്ട് വെച്ചിരിക്കുന്നു. ഇനി എന്റെ നീ തപ്പി കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ഇത് വീണ്ടും അലങ്കോലാവും. അത് നമുക്ക് പ്രശ്നമില്ലല്ലോ. നീ ഒന്നും ചെയ്യുന്നില്ല. ആ കൊച്ചു ചെയ്യുന്നെങ്കിലും നിനക്ക് സമ്മതിച്ചു കൊടുത്തൂടെ? ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ലാന്ന് അമ്മ സഹായിച്ചു നോക്കിയാ. ഇവളെ ഞാൻ എന്ത് സഹായം നീ എനിക്ക് വേണ്ടി ചെയ്യാറുള്ളത്? എന്ത് സഹായം നിങ്ങൾ പറഞ്ഞു തന്നെ. എനിക്ക് എന്ത് സഹായം ചെയ്തു തരാറുള്ളത്? അത് പിന്നെ പറ. എന്ത് സഹായം നീ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നേ? അമ്മ അത് എന്നിട്ട് ആ കൊച്ചു ചെയ്തൊരു പണിക്ക് കുറ്റം പറയുന്നോടി. നീ വിളിക്കണ്ട. മോർണിംഗ് വന്നേ. മോക്ക് അമ്മ ഫോൺ തരാട്ടോ. എന്തമ്മ എനിക്ക് ഞാൻ പറയുന്ന വാക്കിൽ എന്തെങ്കിലും വിലയുണ്ടോടി? ഒരു വാക്കിന് 100 രൂപ വെച്ച് വിലയുണ്ടമ്മേ. നീ തർക്കത്തിന് പറയുന്നോടി. അമ്മേ അവക്ക് മാത്രമായിട്ട് ഫോൺ കൊടുക്കല്ലേ. ഞാൻ ഇവിടെ ഉള്ളതല്ലേ. 24 മണിക്കൂർ വഴക്ക്. അതിനകത്ത് വീട്ടിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? വന്നേ ചേച്ചി ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടോ. ഞാൻ അമ്മയുടെ കൂടെ പോയി മൊബൈൽ കാണട്ടെ. നീ പോടി ഉണ്ടക്കണ്ണി. നീ പോയി പരന്തേ. മതി മതി ഇങ്ങോട്ട് വാമിനു. ഞാനിന്ന് ഇവിടെ നിരാഹാര സമരമാ. എനിക്കിനി ഒന്നും കഴിക്കാൻ വേണ്ട. അമ്മയ്ക്ക് എപ്പോഴും അവള് മതി. എന്നെ വേണ്ട. അവളാണെങ്കിൽ എല്ലാ പണിയും ചെയ്യും. എനിക്കാണെങ്കിൽ ഒരു പണി എടുക്കാൻ ഒരു മൂടുമില്ല. ഇരിക്കണ്ടോ ഇനിയുണ്ടല്ലോ ഈ ദേവു കേടുന്നിടന്ന് എണീക്കത്തില്ല. ഇത് ഉറപ്പ് 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 100% ഉറപ്പ്. ഇത് ദേവുവിന്റെ വാശിയാ. മോളെ ദേവു. എന്നമ്മേ ഇപ്പഴല്ലേ എന്നെ വഴക്ക് പറഞ്ഞു പോയത്? പിന്നെ എന്തിനാ വീണ്ടും വന്നത്? മോളെ പഞ്ചസാര തീർന്നടാ. അച്ഛന് ചായട്ട് കൊടുക്കാൻ പഞ്ചസാര ഇല്ലടാ. അച്ഛൻ വരുമ്പോ കൊണ്ടുവരാൻ പറ. അതിന് അച്ഛൻ ഇവിടെ ഉണ്ടടാ. അച്ഛൻ ഉറങ്ങാടാ. അച്ഛന് ജോലി ക്ഷീണം കഴിഞ്ഞ് ഉറങ്ങല്ലേ. മോൾ ഒന്ന് പോയി കൊണ്ടുവരൂ. ഞാൻ കൊണ്ടുവരത്തില്ല. അമ്മയുടെ മോളുണ്ടല്ലോ മിന്നു. ഓളോട് കൊണ്ടുവരാൻ പറ. എന്താ മോളെ ദേവു ഒന്ന് കൊണ്ടുപോവാ. അമ്മ പൈസ തരാലോ. അമ്മേ എന്താ മോളെ? ഞാൻ കൊണ്ടുവന്നാ മതിയോ? മോള് കൊണ്ടുവരൂ. അമ്മ ഞാൻ തന്നെ കൊണ്ടുവന്നോളാം. വേണ്ട മോളെ അവള് കൊണ്ടുവന്നോളൂ. അമ്മ എനിക്ക് പറഞ്ഞില്ല ഞാൻ കൊണ്ടുവരാനേ. അമ്മ ഞാൻ പൊക്കോളാം. ചേച്ചി പൊക്കോളും മോളെ. വണ്ടിയൊക്കെ മുറിച്ച് കിടക്കാനുള്ളതല്ലേ. നിനക്ക് ബുദ്ധിമുട്ടാകും. മോള് തന്നെ പോട്ടെ. പൈസ അമ്മ ടേബിളും വെച്ചിട്ടുണ്ട്. ബാക്കി പൈസക്ക് മോള് മിഠായി മേടിച്ചോ. സത്യമായിട്ടും ബാക്കി പൈസക്ക് മിഠായി മേടിക്കട്ടെ. അമ്മേ എനിക്ക് മിഠായി വേണം. ചേച്ചി വരുമ്പോ കൊണ്ടുവരും മോളെ. ഞാൻ നിനക്കൊന്നും കൊണ്ടുവരത്തില്ല. ഞാൻ പോവാ കടേക്ക്. അമ്മ അവൾ പറഞ്ഞു കേട്ടില്ലേ? ആ കേട്ടു. എന്നിട്ടാ അമ്മ എനിക്ക് കൂടെ മേടിക്കാൻ പറയാറുണ്ട്. അമ്മ മോക്ക് ഒരു സ്വകാര്യം പറഞ്ഞു തരട്ടെ. എന്ത് സ്വകാര്യം? ബാക്കി പൈസക്ക് ഞാൻ മിഠായി മേടിക്കല്ലോ. മജിദക്ക. ഇതാരപ്പോ ദേവ്മോളോ? ആ മജിദക്ക
എന്താ വേണ്ടത് കുട്ടിയെ? മതിക്ക് 1 കിലോ പഞ്ചസാര, ബാക്കിക്ക് മുട്ടായി. ആ പുതിയ ഐറ്റം പൊരിക്കടയൊക്കെ ഉണ്ട് റമദാൻ സ്പെഷ്യൽ മാണാ? മാണ്ട മതിക്ക, അതിനുള്ള പൈസ ഒന്നും ഉണ്ടാക്കില്ല. പൈസ പിന്നെ തന്നാ മതി. വേണ്ട, പിന്നെ അങ്ങോട്ട് മറക്കും. പിന്നെ നിങ്ങൾക്ക് വാരോ, നിങ്ങള് പഞ്ചാര മാത്രം തന്നാ മതി. എന്നാ കുട്ടിയെ ബാക്കിക്ക് മുട്ടായി. ഇതിൽ ബാക്കിയല്ല കുട്ടിയെ, കറക്റ്റ് പഞ്ചായത്തുള്ള പൈസ മാത്രമേ ഉള്ളൂ. അമ്മ ചതിച്ചതാ, അമ്മ ചതിച്ചു തന്നെയാ. വെറുതെ അല്ല അമ്മ അവക്ക് വാങ്ങണ്ടെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എന്നെ ചതിക്കലായിരുന്നു ലക്ഷ്യം. അമ്മേ അമ്മേ, എന്താ മോളെ പഞ്ചാര വാങ്ങിയോ? അമ്മേ ബാക്കി പൈസ ഇവിടെ. അത് പിന്നെ മോളെ, ബാക്കി പൈസ തരാൻ അമ്മയുടെ കയ്യിൽ ഇല്ലായിരുന്നു. ഉള്ള പൈസ തരാൻ പറ്റുള്ളൂ. പിന്നെ എന്തിനാ അമ്മ എന്നോട് മുട്ട വാങ്ങിക്ക് ബാക്കി പൈസക്ക് പറഞ്ഞത്? അത് മോളെ, എന്നാലേ മോള് പോവുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാ. അമ്മേനെ ചതിച്ചു. അമ്മയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മേനെ ചതിച്ചല്ലേ, അവളുടെ മുന്നിൽ നാളെ കെട്ടില്ലേ? എന്താ മിഠായി കിട്ടില്ല ചേച്ചി? എന്നോട് അമ്മയ്ക്ക് പറഞ്ഞു. ഓ, അപ്പൊ രണ്ടുപേരും ഒത്തു കളിച്ചതായിരുന്നല്ലേ? അപ്പൊ ചായ ഇട്ട് തരാം. അപ്പൊ മോളുടെ ദേഷ്യമൊക്കെ അങ്ങ് മാറും. അയ്യോ പാവം ചേച്ചി, പാവം പാവം പാവം. നീ അമ്മയും കൂടി എന്നെ ചതിച്ചതാ അല്ലേ? പാവം, നിങ്ങൾ ചതിക്കപ്പെട്ടോണ്ടേ ഇരിക്കുന്നു. നിനക്ക് പണി തരാടി, നീ കാത്തിരുന്നോ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, നീ വെയിറ്റ് ചെയ്തിരുന്നോ. നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. ചേച്ചി എനിക്കുള്ള പണി വെച്ച് അവിടെ ഇരുന്നാ മതി. മക്കളെ, ആ സൈനത്ത എവിടെങ്ങളമ്മ? അമ്മ അടുക്കളയിൽ അച്ഛന് ചായ ഉണ്ടാക്കാം. ആണ്, എന്നാ ഇത് അമ്മക്ക് കൊടുക്കൂട്ടോ. ഇത് നിങ്ങൾ എല്ലാരും കൂടി കഴിച്ചോളിട്ടോ. സൈനത്താര് സ്പെഷ്യൽ പൊരിക്കടയാ. അതിനെന്താ സൈനത്താൻ ഏത് പൊരിക്കട നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്? ഏത് പൊരിക്കട നിങ്ങൾ സ്വീറ്റാന്ന് പറഞ്ഞിട്ടുള്ളത്? സൈനത്താന്റെ എല്ലാം അടിപൊളിയല്ലേ? താങ്ക് യു മക്കളെ. സൈനത്താക്ക് ഞങ്ങൾ ഓർമ്മ വന്നല്ലോ പൊരിക്കടയൊക്കെ കണ്ടപ്പോ. അത്ര സന്തോഷം. ഇതാരും സൈനോ? ഇത് ഞാൻ കുറച്ച് പൊരിക്കടി കുട്ടിയൊക്കെ കൊടുന്നാണ്. ഞാനിവിടെ എന്തുണ്ടാക്കിയാലും ഇവർക്ക് കഴിക്കാൻ മടിയാ. എന്നാലേ സൈന ഉണ്ടാക്കിയത് എന്തായാലും അവൾക്ക് കഴിക്കും. അത് കേട്ടാ മതി ഞമ്മക്ക്. ഉസ്മാൻ ഉണ്ട് അവിടെ? ഉണ്ടല്ലോ. എന്ത് പണി? നോമ്പൊക്കെല്ലേ, നിസ്കാരം ഒത്തക്കിട്ടിരിക്കാണേ. കുഞ്ഞുമുത്താന്റെ അസുഖമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല ഇപ്പൊ. ഞാൻ പോട്ടെ, എനിക്കോട് പണിയുണ്ട്. നോമ്പറക്കുമ്പോത്തിന് കടയൊക്കെ ഉണ്ടാക്കി കഴിക്കണം. ജ്യൂസ് അടിക്കാനും കൂടി ഉണ്ട്. എടി എനിക്കതിന് 5 വേണം. അയ്യടി മരമേ, ഇതിന് പകുതി എനിക്ക് പകുതി നിനക്കും. അങ്ങനെ അപ്പൊ ഞങ്ങളൊക്കെ എന്താ പുകയോ? ഇങ്ങ് തന്നെ, ഇനി അതിനെ കൂടി വഴക്കുണ്ടാക്കണം. ഞാൻ തരും, അതൊന്ന് കഴിച്ചാൽ മതി. അമ്മേ എനിക്കൊന്ന് എക്സ്ട്രാ തരണേ. നീ ചോദിക്കുമ്പോ ഞാൻ തരാൻ വേണ്ടി നിൽക്കല്ലേ? പാവം, 2 പേർക്ക് ഞാൻ തരും, അതൊന്ന് കഴിച്ചാൽ മതി. എന്തിനും ഇതിന് വഴക്കാ. നീ കണ്ടോടി, എനിക്കമ്മ ഒരെണ്ണം എക്സ്ട്രാ തരും. എങ്ങനെ? അതിനുള്ള അടവൊക്കെ ഈ ദേവിന്റെ കയ്യിലുണ്ട്. നമുക്ക് കാണാം ആർക്കും അമ്മ എക്സ്ട്രാ തരാന്ന്. കാണാടി. എന്നാ ചേച്ചി കുറിച്ചിട്ടോ, എനിക്ക് അമ്മ അതിൽ നിന്ന് എക്സ്ട്രാ തരാൻ പോകുന്നത്. ചേച്ചിക്കല്ല, ചേച്ചി ഇത് കുറിച്ച് മനസ്സിലിട്ടോ. ഇത് ഈ ചിന്നു പറയുന്ന വാക്കാ. ഇത് ചേച്ചി അങ്ങനെ തള്ളി കളയണ്ട. എന്നാ എന്റെ ചിന്നുമോളെ മനസ്സിൽ കുറിച്ചിട്ടോ. അതിന് എക്സ്ട്രാ കിട്ടാൻ പോകുന്നത് എനിക്ക് മാത്രം. അതിനുള്ള അടവൊക്കെ നിന്റെ ചേച്ചിയായ എന്റെ കയ്യിലുണ്ട് മോളെ. നമുക്ക് കാണാം ആർക്കാ കിട്ടാൻ പോകുന്നെന്ന്. എനിക്ക് തന്നെ കിട്ടും, നീ കണ്ടോടി പൊട്ടി ചേച്ചി.